വെളുക്കുന്നതിന് മുന്നേ തന്നെ ഈ വൈ കിടന്ന ചായയും കുടിച്ച് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നല്ല ആതിരപ്പള്ളി ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ലൈഫിൽ ഇതുവരെ ആതിരപ്പള്ളി കണ്ടിയില്ല. അപ്പൊ പിന്നെ ഒരു തൃശ്ശൂർ ആതിരപ്പള്ളി ട്രിപ്പാട്ടോ ഇന്നത്തെ നമ്മളത്. അങ്ങനെ മോർണിംഗ് ഒരു 9 മണിയായപ്പോഴേക്ക് തൃശ്ശൂർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ അവിടെ കണ്ട ഒരു ഷോപ്പ് കയറിങ്ങാന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും തട്ടിങ്ങാന് നമുക്ക് കുറച്ച് പരിപാടികൾ തൃശ്ശൂർ ഉണ്ട്. അതിന്റെ മുന്നേ നമുക്ക് പെരുന്നാളല്ലേ വരുന്നത്. നമുക്ക് പെരുന്നാൾ ഡ്രസ് എടുക്കാൻ ഒരു ഷോപ്പ് കയറിയാലോ. നമ്മളെ തൃശ്ശൂരിലെ തായിഷിന്റെ സ്റ്റോറാണ് കേട്ടോ. കാലമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇവരെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഈ പെരുന്നാളിന് ഇവരെടുത്ത് നിന്ന് ഡിസൈൻ ചെയ്താലോ എന്ന് വിചാരിച്ചതായിരുന്നു. എന്തായാലും നമ്മൾ തൃശ്ശൂർക്ക് വന്നതല്ലേ, അപ്പൊ പിന്നെ സ്റ്റോറിൽ കയറിയിട്ട് തന്നെ നോക്കാന്ന് വിചാരിച്ചു. ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ ഒന്നല്ല, ഇവരെ നല്ല അടിപൊളി വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ്. കോട്ടൺ കുർത്തീസ് വേണോ, കോട്ടൺ സൽവാർസ് വേണോ, പിന്നെ നിങ്ങൾക്ക് എത്നിക് വെയർസ് ആണ് ഇഷ്ടമെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ തന്നെ നിങ്ങൾക്ക് ഡിസൈനർ പീസസ് വേണോ, നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒക്കെ ഒരു പ്രശ്നമാണെങ്കിൽ റെന്റിന് ഇവിടെ കിട്ടുന്നുണ്ട്. സൽവാർസ് മാത്രമല്ലടോ, നല്ല കോഡ് സെറ്റ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഉണ്ട്. ഡ്രസ് ഒക്കെ എടുത്തിട്ട് ജ്വൽസ് വേറെ സ്ഥലത്ത് നിന്നൊന്നും ആക്കണ്ട, നല്ല അടിപൊളി ജ്വൽസ് ഇവിടെ ഉണ്ട്. റെന്റലായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നും അല്ലാണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ ബ്രൈഡ്സിന് ഉണ്ടല്ലോ ഇവിടെ റെന്റൽ ഡ്രസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പം നടത്തിയ ഫാഷൻ ഷോയില് ഞാൻ ഏതാ എടുത്തെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ പെരുന്നാക്ക് എന്തായാലും ഞാനൊരു ഡ്രസ്സ് ഇവിടുന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ ഞാനൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പെരുന്നാക്ക് നല്ല ഡ്രസ്സൊക്കെ തപ്പി നടക്കുകയാണെങ്കിൽ ഇവിടെ തൃശ്ശൂർ വരെ സ്റ്റോറിലൊന്ന് വന്ന് നോക്കിട്ടോ. ഇനിയിപ്പോ സ്റ്റോറിൽ വരാൻ പറ്റില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കി. ഇനി തൃശ്ശൂർ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതും കഴിഞ്ഞ് നമുക്ക് നേരെ ആതിരപ്പള്ളിക്ക് വിടാം കേട്ടോ. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.